ചേർന്ന വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള മനോഹരമായ ക്ഷേത്രകുളങ്ങൾ. അമ്പലത്തിനോട് ചേർന്ന് തന്നെ അപ്പപ്പൻ കാവിലോട്ട് പോകുന്ന വഴിയാണ് ഈ മനോഹരമായ കടയുള്ളത്. അവിടെ ആമമോതിരങ്ങളും അമ്മമാരെ അട്രാക്ട് ചെയ്യുന്ന പലതരം സാധനങ്ങളും അവിടെ ലഭ്യമാണ്. അവിടെ ഏറ്റവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കരിങ്ങാലി മലയാണ്. വളരെ മിതമായ വിലയിലാണ് ഇവിടെ ആ ആൻറ്റി ഇത് വിൽക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ക്ഷേത്രവുമായി എനിക്കൊരു പ്രത്യേക ആത്മബന്ധമുണ്ട്. കുഞ്ഞുനാൾ മുതൽ കുടുംബത്തോടൊപ്പം ഞാൻ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രമാണിത്. ജീവിതത്തിലെ സന്തോഷമുള്ള നിമിഷങ്ങളിലും പ്രയാസമുള്ള സമയങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു പതിവാണ്. മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകൾക്കിടയിൽപ്പെട്ട് കുറച്ചു കാലം ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ നാഗരാജാവ് സ്വപ്നത്തിലൂടെയോ മറ്റെന്തെങ്കിലും സൂചനയിലൂടെയോ വീണ്ടും ക്ഷേത്രത്തിലേക്ക് എന്നെ വിളിക്കുക. അതുകൊണ്ടാവും എനിക്ക് ഈ അമ്പലത്തിനോട് കൂടുതലൊരു ആത്മബന്ധം. എനിക്ക് മാത്രമല്ല ഇത് തോന്നിയിട്ടുള്ളത്, ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടത്രേ. ഭക്തരുടെ വിശ്വാസപ്രകാരം ഇവിടെ വാഴുന്ന നാഗരാജാവും നാഗയക്ഷിയും വളരെ ശക്തിയേറിയ ദേവതകളാണ്. അനേകം ഭക്തർ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ അനുഗ്രഹം അനുഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ വർഷം തോറും ഇവിടെ ദർശനത്തിന് എത്തുകയും ചെയ്യാറുണ്ട്. എല്ലാത്തിനും ഉപരി ഇവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ മറ്റൊരു മനോഹരമായൊരു അനുഭവമാണ് നമ്മളേവർക്കും ഇഷ്ടപ്പെട്ട അന്നദാനം. ദിവസേന നിരവധി ഭക്തർക്കാണ് ഇവിടുത്തെ സ്നേഹത്തോടെ അന്നദാനം ഒരുക്കുന്നത്. ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം നൽകുന്ന ഈ സേവനം ഈ ക്ഷേത്രത്തിന് മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഭക്തിയോടൊപ്പം സേവനത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇത്. ഇവിടുത്തെ അന്നദാനം ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ്. വളരെ വൃത്തിയോടെയും ക്രമത്തോടെയും ഭക്തർക്കെല്ലാം സ്നേഹപൂർവ്വം ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഭക്ഷണത്തിൻ്റെ രുചിയും ഗുണനിലവാരവും പോലെ തന്നെ ശുചിത്വത്തിനും ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അന്നദാനം സ്വീകരിക്കുന്നത് ഭക്തർക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. പ്രധാനമായും ഇവിടെ സന്താന ലാഭത്തിനും കുടുംബക്ഷേമത്തിനും സർപ്പദോഷ പരിഹാരത്തിനുമായി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നുണ്ട്. ക്ഷേത്രകുളത്തിൻ്റെ ഭംഗി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭക്തരും സന്ദർശകരും ഈ കാഴ്ച ആസ്വദിക്കാൻ കുറച്ച് സമയം